രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 63ാമത്തെ എപ്പിസോഡിലേക്ക് രാധാഭക്തരെ കൃഷ്ണഭക്തരെ സ്വാഗതം. രാധാദേവി അമ്മയുടെ കൃപ കൊണ്ട് 63ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാധയുടെ പ്രണയം. അപ്പോൾ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒരുപാട് പേരെന്നെ വിളിച്ചു. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय. ബർസാനെ വാലി രാധാ റാണി की जय. എൻ്റെ മാതാവ് രാധാ റാണി की जय. എൻ്റെ മാതാവ് രാധാ റാണി की जय. എൻ്റെ മാതാവ് രാധാ റാണി की जय. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് പ്ലേലിസ്റ്റ് എടുത്താൽ 1 തൊട്ട് രാധയുടെ പ്രണയം കിട്ടും. 63 വരെയുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, അഷ്ടപതി ഉണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, മനസ്സിലായില്ലേ, ജ്യോതിഷമുണ്ട്, എല്ലാം ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എല്ലാം ഉണ്ട്. നിങ്ങളത് സൗകര്യം പോലെ കേൾക്കുക. അപ്പോൾ ഞാൻ രാധാഭക്തനായതെങ്ങനെ എന്ന വീഡിയോ വന്നതിന് ശേഷം എനിക്ക് അമ്പരപ്പിക്കുന്ന കോൾസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും എല്ലാം അയച്ചു. പലരും കരയുകയായിരുന്നു. എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച പലരും കരയുകയായിരുന്നു. എനിക്ക് എന്നെ ഒരമ്മ ഇത് വീഡിയോ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചു.
ശരിക്കും പറഞ്ഞാൽ ആ അമ്മ എന്നെ വിളിക്കുന്നത് രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഉറങ്ങാൻ കിടന്നതാണ്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മോനെ വിളിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് ആ അമ്മയ്ക്കൊന്നും പറയാനില്ല. ആ അമ്മ കരയുകയാണ്. ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നതായിട്ട് ആ അമ്മയുടെ ഏങ്ങലടി കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. ഞാൻ കുറേ നേരം നിന്നു. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, മോനെ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മോൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നു. ഞാൻ പറഞ്ഞ അരുതമ്മേ, അരുത്. അമ്മമാർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത്. എൻ്റെ അമ്മയല്ലേ നിങ്ങളൊക്കെ എൻ്റെ അമ്മയാണ്. അമ്മ എപ്പോഴെങ്കിലും മക്കളുടെ കാല് തൊട്ട് തൊഴുവോ? അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയരുത്. ഞാൻ ഇപ്പോഴും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതിന് ഒരു 5 മിനിറ്റിന് മുമ്പും എന്നെ ഒരമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ വന്നിക്കേണ്ടത് എൻ്റെ പാദമല്ല, രാധാജിയുടെ പാദമാണ്. അല്ലെങ്കിൽ തന്നെയും ഈ യൂട്യൂബ് കാണുന്ന അമ്മമാര് എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ്, എൻ്റെ മരിച്ചുപോയ അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ അതിന് പകരം എനിക്കിപ്പോൾ എത്ര അമ്മമാരെയാണ് രാധാറാണി കൊണ്ട് തന്നിരിക്കുന്നത്. എത്ര അമ്മമാരാണ്, കയ്യും കണക്കുമില്ലാതെയാണ് എനിക്കിപ്പോൾ അമ്മമാര് ഒരു എന്താ പറയേണ്ടത്, ഒരു അമ്മയുടെ വാത്സല്യം എനിക്കിങ്ങനെ കോരിച്ചൊരിഞ്ഞാണ് അവർ തരുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നല്ലൊരു പങ്കും അമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാദം തൊട്ട് തൊഴുന്നു അങ്ങനെ പറയരുത്. എൻ്റെ അമ്മയാണ്, എൻ്റെ മരിച്ചുപോയ അമ്മയാണ് നിങ്ങളെല്ലാവരും. അമ്മമാരൊരിക്കലും മക്കളുടെ പാദം തൊട്ട് വന്ദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്നും ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പറയല്ലേ. പാദങ്ങളൊക്കെ വന്ദിക്കേണ്ടത് രാധാജിയുടെയാണ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങളത് കേട്ടല്ലോ. കഠിനമായ കൃഷ്ണഭക്തനായിരുന്ന എന്നെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് രാധാറാണി രാധാഭക്തനായി മാറ്റിയത്. നമ്മൾ പറയത്തില്ലേ, ഭഗവാൻ വിചാരിച്ചാൽ അരക്ഷണം മതി എന്നിങ്ങനെ ഞാൻ പണ്ട് പാടി കേട്ടിട്ടുണ്ട്, നാമവും കേട്ടിട്ടുണ്ട്. അരക്ഷണം മതി ഭഗവാൻ വിചാരിച്ചാൽ. അതേ, കാരണം എനിക്കത്ര കഠിനമായിട്ട് ആ അസുഖം തന്നു. ആ അത്ര കഠിനമായ അസുഖം തരാതെ ഒരിക്കലും ഞാൻ ഈ രാധാഭക്തിയിലേക്ക് പോകില്ല. അതായിരുന്നു അതിൻ്റെ സത്യം. ആ കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ തന്ന് എൻ്റെ രാധാറാണി അമ്മ എന്നെ രാധാറാണിയിലേക്ക്, ആ ഭക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാസ്തവം പറഞ്ഞാൽ രാധാറാണി അമ്മയുടെ തൃപ്പാദങ്ങളിൽ വീണ് കണ്ണുനീരൊഴുക്കുകയാണ് ഞാൻ. കാരണം എന്തുകൊണ്ട്? എൻ്റെ അമ്മയ്ക്ക് കോടിക്കണക്കിന് ഭക്തരുണ്ട്. എന്നിട്ടും അമ്മയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ എന്നെ, മനസ്സിലായ? തിരുവനന്തപുരത്ത് എന്ന് രാധാറാണി അമ്മ ഇരിക്കുമ്പോൾ പോലും അതൊന്നും അധികം മൈൻഡ് ചെയ്യാതെ കൃഷ്ണനെ തൊഴുത എന്നെ, അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയ എന്നെ എൻ്റെ പൊന്നമ്മ അമ്മയിലേക്ക് പിടിച്ചടിപ്പിച്ചു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ആ പാദങ്ങൾ ഈ ജന്മം മുഴുവനും രാധാറാണി അമ്മയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. ഇനി വരും ജന്മങ്ങളിലും എനിക്ക് എൻ്റെ രാധാറാണി അമ്മ മതി. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ ഒരിക്കലും ആ രാധാറാണി അമ്മയുടെ അമ്പലത്തിൽ ചെന്നിട്ട് പോലും എനിക്ക് രാധാറാണി അമ്മ ഒരു വിഷയമല്ല. അങ്ങനെ അകന്ന് നടന്ന എന്നെ ഒരു ഗുണങ്ങളുമില്ലാത്ത എന്നെ എൻ്റെ രാധാറാണി അമ്മ എന്തുമാത്രം സ്നേഹിക്കുന്നു. എന്നിലേക്ക് എൻ്റെ രാധാറാണി അമ്മ കണ്ണുകൾ പായിക്കുന്നു എന്നറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറയുന്നു. ഞാൻ ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഒരു മൊബൈൽ അടിക്കുന്നു, അതങ്ങ് ഓഫ് ചെയ്തോട്ടെ. എൻ്റെ ജീവിതം മുഴുവനും ആർക്കുള്ളതാണ്? രാധാറാണി അമ്മയ്ക്ക് ഉള്ളതാണ്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ രാധയുടെ പ്രണയം തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം രാധാറാണി അമ്മ മാറ്റിമറിച്ചു. ഞാൻ കളഞ്ഞിട്ട് പോയിട്ടും തിരിച്ചു വന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം, കുഞ്ഞുനാൾ തൊട്ട് എന്നെ രാധാറാണി അമ്മ പിന്തുടരുന്നു. എനിക്ക് അത്ഭുതമാണത്, എനിക്ക് അത്യത്ഭുതമാണത്. കാരണം എന്തുകൊണ്ട്? എന്നെപ്പോലെ ഒരു സീറോ ആയിട്ടുള്ള ആള്
കോടിക്കണക്കിന് ഭക്തരുള്ള എൻ്റെ രാധാറാണി അമ്മയുടെ കണ്ണുകൾ എന്നിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, കോടിക്കണക്കിന് ഭക്തരുണ്ടായിട്ടും എൻ്റെ അമ്മയുടെ കണ്ണുകൾ എൻ്റെ പുറത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. നിങ്ങളും രാധാഭക്തരാക്. സത്യം ഞാൻ കേട്ടതാണ്. ഞാനാണ് പരമമായ സത്യം, ഞാനാണ് പരമമായ സത്യം. എന്നിട്ട് എനിക്കൊരു മന്ത്രവും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ആ മന്ത്രം ഒരിക്കലും കേട്ടിട്ടില്ല. പിന്നീട് താളിയോലകൾ എടുത്തപ്പോഴാണ് ഈ രാധാമന്ത്രം ഞാൻ കാണുന്നത്. അത്ഭുതകരം, അത്യത്ഭുതകരം. അപ്പൊ നമുക്ക് തുടങ്ങാം. രാധയുടെ പ്രണയം 63ാമത്തെ എപ്പിസോഡ് ഇല്ലേ? സന്ദീപമുനി തന്നെ വിദ്യ അഭ്യസിപ്പിച്ച സന്ദീപമുനി, ആ സന്ദീപമുനിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി. സന്ദീപമുനിയുടെ മകൻ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നാഗലോകത്ത്. സന്ദീപമുനിയുടെ മകനായ പുനർദത്തനെ രക്ഷിക്കാം, തിരിച്ചു കൊണ്ടുവരാമെന്ന് സാന്ദീപമുനിക്ക് വാക്കു കൊടുത്തിട്ട് കൃഷ്ണനും ഉദ്ധവനും കൂടി നാഗലോകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് രക്ഷിക്കാൻ ശ്രമിച്ച കൃഷ്ണൻ ഇപ്പതാ കൊല്ലേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ നിലവിലിരിക്കുന്ന ആ രാജകുമാരിയുടെ ഭർത്താവുമായി ഏറ്റുമുട്ടാൻ വിടും. അങ്ങനെ ഏറ്റുമുട്ടാൻ വിടുമ്പോൾ ഒരാളെ വധിക്കും. ആരാണോ വധിക്കുന്നത് അയാളാണ് രാജകുമാരിയുടെ ഭർത്താവ്. ഇപ്പോൾ ഭർത്താവായിട്ടിരിക്കുന്ന ആള് മറ്റേയാളെ വധിച്ചാൽ അയാൾക്ക് തുടരാം. ഇതാണ് നിയമം. അതനുസരിച്ച് ഇവിടെ ഇപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്? അതനുസരിച്ച് ഇതാ ദ്വന്ദ്വ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൃഷ്ണനും പുനർദത്തനും കൂടെ ഇപ്പൊ ഏറ്റുമുട്ടണം. ഇതിൽ ഒരാൾ മരിച്ചേ പറ്റൂ എന്ന് മാത്രവുമല്ല, മറ്റേയാൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല. അവർ ഈ ലോകത്ത് തന്നെ കുടുങ്ങിക്കിടക്കണം. രാജകുമാരിയുടെ ഭർത്താവായിട്ട് എന്ത് ചെയ്യണം? അവരിവിടെ തന്നെ കുരുങ്ങി കിടക്കണം. ഇതാണ് അവിടുത്തെ നിയമം. അതേ, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. മല്ലയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. മല്ലയുദ്ധത്തിന്റെ വേഷങ്ങൾ എല്ലാം ധരിച്ചു. അങ്ങനെ കൃഷ്ണനും പുനർദത്തനും പോർക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പുനർദത്തൻ തന്റെ വാളെടുത്തു, കൃഷ്ണനും തന്റെ വാളെടുത്തു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. കൃഷ്ണൻ 4 ചുറ്റും നോക്കി. ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ അവിടെ വളഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവരുടെ ആയുധധാരികളായിട്ടുള്ള സൈന്യങ്ങളുമുണ്ട്. കൃഷ്ണൻ നോക്കുകയാണ്. ഇല്ല, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ രാജ്ഞിയുടെ ഉത്തരവ് വന്നു. അവിടെ രാജാവല്ല, രാജ്ഞിയാണെല്ലാം നിശ്ചയിക്കുന്നത്. രാജ്ഞി പറഞ്ഞു, യുദ്ധം ആരംഭിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉദ്ധവൻ, നമ്മുടെ പുനർദത്തൻ കൃഷ്ണനെ ഒന്ന് നോക്കി, കൃഷ്ണൻ പുനർദത്തനെയും ഒന്ന് നോക്കി. ആശിക കൃഷ്ണനെ പ്രണയിക്കുന്ന ആശിക, അവൾ കണ്ണുകളടച്ച് കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ വധുവാകാൻ ആഗ്രഹിക്കുന്ന ആശിക കണ്ണുകളടച്ചുകൊണ്ട് കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൃഷ്ണൻ ജയിക്കണം, കൃഷ്ണൻ ജയിക്കണം, പുനർദത്തനെ കൊല്ലണേ, പുനർദത്തനെ കൊല്ലണേ, പുനർദത്തനെ കൊല്ലണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെ, ഈ സമയത്ത് പുനർദത്തൻ തന്റെ വാള് വീശി, കൃഷ്ണൻ തടുത്തു. വീണ്ടും വാള് വീശി, കൃഷ്ണൻ തടുത്തു. അപ്പോൾ പുനർദത്തൻ താൻ പഠിച്ച രീതിയിലൊക്കെ വാള് വീശിയിട്ടും
കൃഷ്ണൻ അതൊക്കെ നിസ്സാരമായി തടുത്തു പോയി. പുനർദത്തൻ അത്ഭുതപ്പെട്ടു. ഇവൻ അസാധാരണനാണ്. കാരണം ഞാൻ എനിക്കറിയാവുന്ന മാരകമായ രീതിയിലുള്ള പ്രഹരം കൊടുത്തിട്ടും കൃഷ്ണൻ അതൊക്കെ തടയുകയാണ്. കൃഷ്ണൻ തിരിച്ചാക്രമിക്കുന്നില്ല. കൃഷ്ണന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ പതുക്കെ പുനർദത്തനും ഒന്ന് പതുക്കെയായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മണ്ടത്തരം കാണിക്കാതെ നീ ആക്രമിക്ക്, നിന്റെ സകല കഴിവുമെടുക്ക്. പക്ഷേ പുനർദത്തന് പറ്റുന്നില്ല. തന്നെ രക്ഷിച്ച് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ വന്ന ആളാണ്. ഇയാളുമായിട്ടുള്ള യുദ്ധം പുനർദത്തൻ്റെ അടുത്ത് കൃഷ്ണൻ പറഞ്ഞു, നീ എനിക്കെതിരെ നീ പോരാടെന്ന് പറഞ്ഞു. പുനർദത്തൻ പറഞ്ഞു, കൃഷ്ണ എൻ്റെ വാളുകൊണ്ട് അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോട് പൊറുക്കണേ. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് ചെയ്യെന്ന് പറഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ട് കടന്നൊന്ന് ആക്രമിച്ചു. അപ്പോഴേക്കും പുനർദത്തൻ ഉഷാറായി. പുനർദത്തൻ വാളാഞ്ഞു വീശി. കൃഷ്ണൻ തടുത്തു. കൃഷ്ണൻ ചെറുതായിട്ടൊന്ന് വീശും. അത് പുനർദത്തന് തടുക്കത്തക്കവണ്ണമാണ്. കാണുന്നവരുടെ കണ്ണിൽ ഉഗ്രമായ ഫൈറ്റാണ് നടക്കുന്നത്. അതെ, ഒരാള് കൊല്ലപ്പെടും. യുദ്ധം നീണ്ടു പോവുകയാണ്. രണ്ടുപേരും ശക്തമായി ഏറ്റുമുട്ടുകയാണ്. പുനർദത്തൻ മനസ്സിലാക്കുന്നു എല്ലാ അടവുകളും തൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അടവുകൾ കൃഷ്ണന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവ് എനിക്ക് മാരകമായ പ്രഹരമായി തന്നിട്ടുള്ള വിദ്യകൾ എടുത്തിട്ട് പോലും കൃഷ്ണൻ അതിനെയൊക്കെ നിസ്സാരമായി തടുക്കുകയാണ്. ആശികയാകട്ടെ കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുനർദത്തൻ്റെ മരണം അത് ആഗ്രഹിച്ചുകൊണ്ട് ആശികയിരിക്കുകയാണ്. വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ഉച്ചത്തിൽ ഉയരാൻ തുടങ്ങി. ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങൾ ആർത്തു വിളിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ കൂടിയിരിക്കുന്ന ആ ആൾക്കാരുണ്ടല്ലോ, ചോര കൊതിയന്മാരാണ്. ഒരാളെ കൊല്ലുന്ന രംഗം അത് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പതുക്കെ അവർ നിരാശരായി വരുന്നത് കൃഷ്ണൻ കണ്ടു. കൃഷ്ണൻ വിചാരിച്ചു, പാടില്ല, ഈ ഉദ്യോഗം, ഈ അവരുടെ ആവേശം അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഇടയിൽ വേണം രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കാൻ. കൃഷ്ണൻ വീണ്ടും 4 ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. കൃഷ്ണൻ പെട്ടെന്ന് ഒരു വാള് വീശി ഒരു പ്രത്യേക മുറയിലൂടെ പുനർദത്തൻ്റെ കയ്യിലിരുന്ന വാള് തെറിപ്പിച്ചു. എന്നിട്ട് ആ ആഘാതത്തിൽ തൻ്റെ വാളും പോകുന്ന കണക്കങ്ങ് മാറ്റിയിട്ടു. അപ്പോൾ പിന്നെ മുഷ്ടി കൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചു. പുനർദത്തൻ കൃഷ്ണനെ മുഷ്ടിയുദ്ധത്തിൽ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് വീണ്ടും ആവേശമായി. എല്ലാവരും കൂടെ കിടന്ന് ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അതെ, അപ്പോൾ പുനർദത്തൻ്റെ ആക്രമണം കണ്ടപ്പോൾ കൃഷ്ണന് മനസ്സിലായി, ഇവൻ മുഷ്ടിയുദ്ധത്തിൽ അത്ര വിദഗ്ധനല്ല. അങ്ങനെ കൃഷ്ണനും പുനർദത്തനും കൂടെ കിടന്ന് നിലത്ത് വീണ് കിടന്ന് ഉരുളാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണങ്ങള്. പുനർദത്തന്റെ പുറത്തേക്ക് അധികം തന്റെ ശരീരഭാരം വെക്കാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണൻ അതിനനുസരിച്ചാണ് നിൽക്കുന്നത്. പുനർദത്തനും അത് മനസ്സിലാകുന്നു. പുനർദത്തൻ മനസ്സിൽ പറയുകയാണ്, അത്ഭുതകരമാണ് ഈ മനുഷ്യൻ എല്ലാം അറിയാം. ഇപ്പൊ എന്നെ നിഷ്പ്രയാസം വധിക്കാം, പക്ഷേ ചെയ്യുന്നില്ല. എന്താണ് ഇയാളുടെ മനസ്സിൽ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പുനർദത്ത, നീ എനിക്കെതിരെ പോരാട്, ഞാനൊരു വഴി നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ശക്തമായി പോരാടാൻ തുടങ്ങി. ആളുകൾ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇതാദ്യത്തെ സംഭവമാണ്. സാധാരണഗതിയിൽ വാൾ യുദ്ധം തുടങ്ങിയാൽ 5 മിനിറ്റിനുള്ളിൽ അവിടെ ചോര ഒഴുകിയിരിക്കും. ഒരാള് മറ്റൊരാളെ വധിച്ചിരിക്കും, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മടുക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം നീണ്ടു പോവുകയാണ്. ചില ആൾക്കാർ രോക്ഷാകുലരായി. ചിലർ പറഞ്ഞു ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ചിലർ പറയാൻ തുടങ്ങി. ആളുകൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഒരാളെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് സൂര്യനിതാ മറയാൻ പോവുകയാണ്.
ആശിക ഞെട്ടിപ്പോയി. കാരണം സൂര്യൻ മറയാൻ പോവുകയാണ്. സൂര്യാസ്തമയത്തിനുള്ളിൽ ഒരാളെ വധിച്ചിരിക്കണം. അങ്ങനെ വധിച്ചില്ലെങ്കിൽ പോരാടുന്ന രണ്ടുപേരെയും മഹാരാജാവ് വധിച്ചിരിക്കുമെന്നതാണ് അവിടുത്തെ നിയമം. അപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ ഇവരെ രണ്ടുപേരെയും വധിക്കും. എൻ്റെ കൃഷ്ണൻ, ഞാൻ അവൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു, അവൻ എനിക്ക് നഷ്ടപ്പെടും. ആശികയ്ക്ക് വല്ലാത്ത മാനസികാവസ്ഥയായി. അവൾ പ്രാർത്ഥിക്കുകയാണ്, സൂര്യൻ അസ്തമിക്കരുതേ. പക്ഷേ സൂര്യൻ പതുക്കെ കടലിലേക്ക് താണ് പോവുകയാണ്. ആ സമയത്തും പുനർദത്തനും കൃഷ്ണനും കൂടെ കെട്ടിമറിയുകയാണ്. ആശിക ആഗ്രഹിക്കുകയാണ്, കൃഷ്ണ കൊല്ല്, പുനർദത്തനെ കൊല്ല്, എനിക്ക് നിന്നെ വേണം. ഉഗ്രമായ പോരാട്ടം. ആ സമയത്ത് രാജ്ഞി പറഞ്ഞു, നിർത്തൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സൂര്യാസ്തമയമായിട്ടും രണ്ടുപേരും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരെയും വധിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. മഹാരാജാവ് അത് നടപ്പിലാക്കിയാലും. അപ്പോൾ മഹാരാജാവ് വാളുമായിട്ട് മുന്നോട്ട് നീങ്ങി. കൃഷ്ണൻ നോക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്കെല്ലാം ആവേശമായി. അവര് കൃഷ്ണനെ വധിക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണനെയും പുനർദത്തനെയും വധിക്കുന്നത് കാണാൻ ആവേശം പൂണ്ട് നിൽക്കുകയാണ്. രാജാവ് വാളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ രാജാവിനും കൃഷ്ണനും ഇടയ്ക്ക് അതാ ആശിക ചാടി വന്ന് വീണിട്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, കൃഷ്ണനെ വധിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എൻ്റെ പ്രാണനാണ്. കൃഷ്ണനെ വധിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആളുകൾ ഞെട്ടിത്തെറിച്ചു പോയി. ആളുകൾ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ കൂടി നിന്നവർ പറഞ്ഞു, ഇത് ദൈവനിന്ദയാണ്. ആശിക കാണിക്കുന്നത് ദൈവനിന്ദയാണ്. രാജാവിനെ തടയാൻ ആർക്കും പറ്റില്ല. അപ്പൊ രാജാവ് അടുത്തെത്താറായി. അരക്ഷണം മാത്രം. പെട്ടെന്ന് കൃഷ്ണൻ എന്ത് ചെയ്തു? പുനർദത്തനെ തള്ളി മാറ്റി. ആശികയെ ഉദ്ധവൻ നിൽക്കുന്നിടത്തേക്ക് തള്ളി. എന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, ഇവരെ രണ്ടുപേരെയും കപ്പലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജാവ് അടുക്കൽ വന്ന് കൃഷ്ണന്റെ നേർക്ക് വാള് വീശി. കൃഷ്ണൻ അത് തടുത്തു. വീണ്ടും വീശി. കൃഷ്ണൻ അത് തടുക്കുന്നു എന്ന മട്ടിൽ കൃഷ്ണൻ പുറകോട്ട് പോകാൻ തുടങ്ങി. അതിനനുസരിച്ച് രാജാവ് മുമ്പോട്ടും പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്നവര് പറഞ്ഞു, എന്ത് ഒരു പരദേശി വന്ന് നമ്മുടെ രാജാവിനെതിരെ വാളോങ്ങുകയോ? ഇത് പറ്റില്ല. ഈ പരദേശിയെ വധിക്കണം. ആ സമയത്ത് എന്തു പറ്റി? ആ നാഗലോകത്തെ സൈന്യങ്ങൾ എന്തിനും തയ്യാറായി വന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, വേണ്ട, ഇത് അമ്പയുടെ ഇത് അമ്പയുടെ, നമ്മുടെ അമ്മ, അവരെ അമ്പ എന്നാ പറയുന്നത്, നാഗലോകത്തെ അമ്മയുടെ ആജ്ഞയാണ് ഞാൻ വധിക്കണമെന്ന്. ആരും ഇടപെടരുത്. ഞാൻ തന്നെ ഇവനെ വധിക്കും. കൃഷ്ണനെ ആഞ്ഞു വീശാൻ തുടങ്ങി കൃഷ്ണന്റെ നേർക്ക്. പക്ഷേ കൃഷ്ണൻ അത് തടുക്കും. തടുത്ത് പുറകോട്ട് പോകും. അത്ഭുതം. സാക്ഷാൽ പരശുരാമന്റെ ശിഷ്യനാണ് ഈ രാജാവ്. പരശുരാമൻ പഠിപ്പിച്ചു കൊടുത്ത സകല അടവുകളും പ്രയോഗിച്ചിട്ടും അവൻ നിസ്സാരമായിട്ടാണ് തടുക്കുന്നത്. വല്ലാത്തൊരു അത്ഭുതം തോന്നി. അങ്ങനെ കൃഷ്ണൻ പുറകോട്ട് പോയി. രാജാവ് മുന്നോട്ട് പോയി. രാജാവിന്റെ പിന്നിലായിട്ട് അവിടുത്തെ സൈന്യവും ജനങ്ങളും. കാരണം രാജാവിന്റെ മുന്നിൽ വരാൻ പാടില്ല. കൃഷ്ണൻ പുറകോട്ട് പോയി കടലിന്റെ അടുക്കലെത്തിയപ്പോൾ അവിടെ ഹുക്കുവും ഹുല്ലുവും നിന്നിരുന്നു. ഹുക്കുവും ഹുല്ലുവും കൂടെ എന്ത് ചെയ്തു എന്നറിയാവോ? പെട്ടെന്ന് പുനർദത്തനെയും ആശികയെയും പൊക്കിയെടുത്ത് ആ കടൽപ്പാലത്തിന്റെ അരികിലുള്ള തോണിയിലേക്ക് അങ്ങിട്ടു. എന്നിട്ട് അവര് കടൽപ്പാലത്തെ ബന്ധിച്ചിരുന്ന കയറ് മുറിച്ചു കളഞ്ഞു. ഇപ്പൊ കടൽപ്പാലമില്ല. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഈ കടൽപ്പാലം വെച്ചത്. കൃഷ്ണൻ ഇങ്ങനെ വാളും വീശി വന്ന് കൃഷ്ണൻ ശരിക്കും ആ കടലിന്റെ എത്തിയ സമയത്ത് കൃഷ്ണൻ കണ്ടു പുറവിൽ നിന്നൊരാരവം വരുന്നു. ആ സമയത്ത് കൃഷ്ണൻ തന്റെ വാള് നിലത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് എന്നെ വേണമെങ്കിൽ വധിക്കാം. ഇപ്പോൾ
പരശുരാമന്റെ ശിഷ്യനാണല്ലേ അങ്ങ്, പരശുരാമൻ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് ചെയ്തുകൊള്ളൂ. രാജാവ് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു തെളിച്ചം, അസാധാരണമായ ഒരു പ്രതിഭ. അവൻ ഈശ്വരനാണ്, ഈശ്വരനാണ്. അവൻ്റെ മുഖത്ത് എന്തൊക്കെയോ കാണുന്നു, അസാമാന്യമായ ഗോളങ്ങൾ കാണുന്നു. കൃഷ്ണൻ പറഞ്ഞു, വധിക്കൂ വധിക്കൂ എന്ന് പറഞ്ഞ് രാജാവിനൊന്നും പിടികിട്ടുന്നില്ല. രാജാവിന് തലകറങ്ങുന്നത് പോലെ തോന്നി. ഈ പ്രപഞ്ചം മുഴുവൻ അവന് നിൽക്കുന്ന കണക്ക് തോന്നുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഈശ്വരനാണ്, നീ ഈശ്വരനാണ്, നീ ഈശ്വരനാണ്. രാജാവ് ബോധരഹിതനായി പിന്നിലേക്ക് വന്നു. പെട്ടെന്ന് കൃഷ്ണൻ ബുക്കുരു കൊണ്ടുവന്ന തോണിയിലേക്ക് കയറി. തോണിയും കൃഷ്ണനുമായിട്ട് പായാൻ തുടങ്ങി. ബുക്കുരു അതിവേഗം തോണി തുഴയാൻ തുടങ്ങി. കപ്പലിലേക്ക് എത്താനുള്ള ഇതാണ്. അപ്പോഴേക്കും കുറെ ഭടന്മാര് വെള്ളത്തിലേക്ക് എടുത്തു ചാടി കൃഷ്ണന്റെ പിന്നാലെ പോവുകയാണ്. കൃഷ്ണന്റെ അടുത്തെത്തിയ പലരെയും കൃഷ്ണൻ വധിച്ചു. അപ്പോഴേക്കും ആശികയും പുനർദത്തനും നേരത്തെ കപ്പലിലെത്തി. ഈ തോണി അതിവേഗം ചെന്ന് കൃഷ്ണനും ആ തോണിക്കകത്തേക്ക് കയറി. തോണിയല്ല, കപ്പലിനകത്തേക്ക് കയറി. അപ്പോൾ ഇപ്പോൾ അവിടെ പുനർദത്തനും ആശികയും അടുത്തു വന്നു. ആശിക കൃഷ്ണനെ ചുറ്റിപ്പിടിച്ചിട്ട് കൃഷ്ണന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. കൃഷ്ണൻ അവളെ ചേർത്ത് വെച്ചു. ആ സമയത്ത് ഉറങ്ങിക്കിടന്നിരുന്ന രാധാറാണി ഞെട്ടി ഉണർന്നു. രാധാറാണി പരിഭ്രമിച്ച് ചുറ്റും നോക്കി. അപ്പോൾ രാധാറാണി അത്ഭുതപ്പെടുകയാണ്. തൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. രാധാറാണി പറയുകയാണ്, കൃഷ്ണ കൃഷ്ണ, എന്തേ എൻ്റെ മനസ്സ് തുടിക്കുന്നത്? നീ ആപത്തിൽപ്പെട്ടോ കൃഷ്ണ. വായു ഭഗവാൻ ഈ വാക്കുകൾ എടുത്ത് അന്തരീക്ഷത്തിലൂടെ വന്ന് കൃഷ്ണനിലേക്ക് ഇടുകയാണ്. കൃഷ്ണൻ കേൾക്കുകയാണ് രാധാറാണിയുടെ ശബ്ദം. കൃഷ്ണ കൃഷ്ണ, നിനക്കാപത്ത് പറ്റിയോ? ആശികയെ പൂണ്ടടക്കം പിടിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണന്റെ കൈകൾ അറിയാതെ ഒന്നയഞ്ഞു. ഈ സമയത്ത് കരയിൽ എല്ലാവരും എത്തിച്ചേർന്നു. പെട്ടെന്ന് രാജ്ഞിയുടെ മുഖഭാവം മാറി. രാജ്ഞിയുടെ ദേഹത്തേക്ക് അവിടുത്തെ ദൈവമായ അമ്മ പ്രവേശിച്ചു കഴിഞ്ഞു. രാജ്ഞി പറഞ്ഞു, ആശികേ, നീ തിരിച്ചു വരൂ. ഞാൻ ആജ്ഞാപിക്കുകയാണ്. തിരിച്ചു വരൂ നീ. കൃഷ്ണൻ ആശികയെ നോക്കി. ആശിക ഒരു നിമിഷം സംഭ്രമിച്ചു. ആശിക കൃഷ്ണനെ നോക്കി, പുനർദത്തനെ നോക്കി, തൻ്റെ മാതാവിനെ നോക്കി. അപ്പോൾ മാതാവ് പറഞ്ഞു, ആശികേ, നീ തിരിച്ചു വരൂ. ആശിക ഒരു നിലവിളിയോടെ കൃഷ്ണനെ പുറകിലേക്ക് തള്ളിമാറ്റിയ ആശിക ആ ജലത്തിലേക്ക് എടുത്തു ചാടി നീന്തി കരയെ ലക്ഷ്യമാക്കി പോവുകയാണ്. കൃഷ്ണൻ അമ്പരന്നു പോയി. അതേ കൃഷ്ണനെ ആദ്യമായി ഉപേക്ഷിച്ച പെണ്ണ്, ആദ്യമായി കൃഷ്ണനെ വേണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ആശിക അവൾ കരയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബുക്കുരു, നമ്മുടെ കപ്പൽ പുറപ്പെടട്ടെ. അപ്പോഴും കൃഷ്ണൻ അമ്പരപ്പ് മാറിയില്ല. ഒരു പെണ്ണ് തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. ഈ സമയത്ത് കൃഷ്ണന്റെ കാതുകളിൽ ആ ശബ്ദം വന്നു, കൃഷ്ണ, നീ ആപത്തിലാണോ? ഒരു നിമിഷം കൃഷ്ണന് വൃന്ദാവനം ഓർമ്മ വന്നു. രാധാറാണിയുടെ കണ്ണനുണ്ണി എന്ന വിളി ഓർമ്മ വന്നു. പെട്ടെന്ന് കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണൻ വിചാരിച്ചു, തെറ്റാണ് ഞാൻ ചെയ്തത്. രാധ
എൻ്റെ രാധ, അവളെ ഞാൻ മറക്കുകയാണോ? ആശികയെ കണ്ടപ്പോൾ ഞാൻ രാധയെ മറന്നു. കൃഷ്ണനൊന്ന് ആലോചിച്ചു നോക്കി. അതെ, ഞാൻ ഈ നാഗലോകത്തെത്തി ആശികയുടെ സ്നേഹം ആസ്വദിക്കുകയായിരുന്നു. ഈ നിമിഷം വരെയും ഞാൻ രാധയെ സ്മരിച്ചിട്ടില്ല. ആ സമയത്ത് കൃഷ്ണന്റെ മനസ്സിലൂടെ വൃന്ദാവനത്തിലെ രാസലീല കടന്നു വന്നു. കപ്പല് മുന്നോട്ട് നീങ്ങുകയാണ്. കൃഷ്ണൻ ആ കപ്പലിന്റെ ഒരറ്റത്ത് വന്ന് തൻ്റെ 2 കൈകളും എടുത്ത് ശിരസിലേക്ക് വെച്ചു. ശിരസിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കൃഷ്ണൻ അങ്ങനെ കിടന്നുകൊണ്ട് കൃഷ്ണൻ വൃന്ദാവനം കണ്ടു, രാധാറാണിയെ കണ്ടു, രാസലീല കണ്ടു. അതെ, ഒടുവിൽ വൃന്ദാവനം വിടുമ്പോൾ താൻ ചെയ്തത് എന്താണ്? കരയാൻ പോലും അവളെ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ രാധേ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പാവം ഞാൻ പിരിഞ്ഞു പോയപ്പോൾ ഒന്ന് കരയാൻ പോലും ഞാൻ അവളെ അനുവദിച്ചില്ല. ആ സമയത്ത് അവള് സങ്കടം സഹിക്കാൻ വയ്യാതെ ചുണ്ട് കടിച്ചു പിടിച്ചു. ചുണ്ട് പൊട്ടി ചോര ഒഴുകി. ഞാൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ അവൾ യശോദാമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ പിന്നീട് യശോദാമ്മ പറഞ്ഞതാണ്. ആരാധേ ഞാൻ മറന്നു. കൃഷ്ണൻ സ്വയം ചോദിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഈ സമയത്ത് പുനർദത്തൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് പറ്റിയത് കൃഷ്ണ? കൃഷ്ണൻ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ പുനർദത്തൻ പിന്നിലേക്ക് മാറി. ഉദ്ധവൻ വന്നു. കൃഷ്ണൻ കരയുന്നത് കണ്ട് അത്ഭുതം തോന്നി. അപ്പോൾ ചോദിച്ചു, ആശിക പോയതുകൊണ്ടാണോ കരയുന്നത്? കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവാ, എനിക്ക് അല്പനേരം ഒറ്റയ്ക്കിരിക്കണം. എന്നിട്ട് ഉദ്ധവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, രാധ. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഞാൻ വാക്കുകൊടുത്തതാണ് കൃഷ്ണ, നിന്നെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോകാമെന്ന്. നിന്റെ സുഹൃത്തായ ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? കൃഷ്ണൻ പറഞ്ഞു, വേണം, പാലിക്കണം, വൃന്ദാവനത്തിൽ പോകണം, രാധയെ കാണണം. കൃഷ്ണനൊരു അരസുഷുപ്തിയിലേക്ക് വഴുതി വീണു. ആ ഉറക്കത്തിൽ കൃഷ്ണൻ കണ്ടു രാധയെ, അവളുടെ കാൽപാദങ്ങളെ കണ്ടു, അവളുമൊത്തുള്ള നിമിഷങ്ങൾ കണ്ടു. എന്തെന്നില്ലാത്ത ആനന്ദം കൃഷ്ണന്റെ മനസ്സിൽ വന്നു. കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എത്ര നേരം അങ്ങനെ മയങ്ങിയെന്നറിയില്ല. ആ സമയത്ത് ബുക്കുരു വന്ന് തട്ടി ഉണർത്തി. കൃഷ്ണൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തെത്തിക്കഴിഞ്ഞു. കൃഷ്ണൻ അമ്പരന്നു പോയി. എത്തിയോ? ബുക്കുരു പറഞ്ഞു, അതേ, എത്തി. എന്തൊരുറക്കമായിരുന്നു, ഞങ്ങൾ എത്ര വിളിച്ചിട്ടും അറിഞ്ഞില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. കൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റു, ബുക്കുരുവിനെ ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്തതിന് ശേഷം കപ്പലിലെ രുദ്ദുവിനെ ആലിംഗനം ചെയ്തു. ഓരോ ജീവനക്കാരെയും ആലിംഗനം ചെയ്തപ്പോഴാണ് കാണുന്നത്, അതെ, കൃഷ്ണൻ വധിച്ച പഞ്ചജന്യനുണ്ടല്ലോ, ആ കപ്പലിലെ ക്രൂരനായ പഞ്ചജന്യൻ, അവൻ ഉപയോഗിച്ചിരുന്ന ശംഖ്. കൃഷ്ണൻ ആ ശംഖ് കൈകൊണ്ടെടുത്തു. ആ ശംഖ് കൈകൊണ്ടെടുത്തിട്ട് കൃഷ്ണനൊന്നൂതി. അതിൻ്റെ ശബ്ദം കേട്ട് കൃഷ്ണൻ തന്നെ അമ്പരന്നു പോയി. അവിടമാകെ ആ ശംഖുധ്വനി മുഴങ്ങി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബുക്കുരു, നിന്റെ യജമാനൻ പഞ്ചജന്യൻ ഉപയോഗിച്ച ഈ ശംഖ് ഞാൻ എടുക്കട്ടെ. ബുക്കുരു പറഞ്ഞു, യജമാനനെ, അങ്ങേക്കുള്ളതാണെല്ലാം, ഞങ്ങളും അങ്ങേക്കുള്ളതാണ്, ഞങ്ങളും വേണമെങ്കിൽ അങ്ങയോടൊപ്പം വരാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട ബുക്കുരു, വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരൂ. ഇനി കരയിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഈ ശംഖ് എടുക്കുകയാണ്. ബുക്കുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ശംഖിന് ഞാൻ പാഞ്ചജന്യം എന്ന പേര് കൊടുക്കുന്നു. ബുക്കുരു, ഈ ശംഖിന് ഞാൻ പാഞ്ചജന്യം എന്ന പേര് കൊടുക്കുകയാണെന്ന് പറഞ്ഞു.
അങ്ങനെ കൃഷ്ണൻ ശംഖൊന്നും കൂടെ ഊതി. ആ ഊതക്കം സാന്ദീപ മുനിയുടെ ആശ്രമത്തിലെത്തി. കൃഷ്ണൻ കപ്പലിൽ നിന്നിറങ്ങി ചെറുതോണികളിലേക്ക് കയറി. കൃഷ്ണന്റെ കൂടെ പുനർദത്തനും ഉദ്ധവനും ഇറങ്ങി. കപ്പലിലെ കുറച്ചു പേര് തോണി തുഴഞ്ഞു. കടലിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൃഷ്ണനെ ഇറക്കി. കൃഷ്ണനെ ഇറക്കിയതിന് ശേഷം അവര് കണ്ണുനീരോടുകൂടി തിരിച്ചുപോയി. ഈ സമയത്ത് കൃഷ്ണൻ സാന്ദീപ മുനിയുടെ ആശ്രമത്തിലേക്ക് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്ന അവസരത്തിൽ സാന്ദീപ മുനി അതിവേഗം വരികയാണ്. അതിവേഗം കൃഷ്ണനെ തേടി വരികയാണ്. കൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന പുനർദത്തനെ കണ്ട് സാന്ദീപ മുനി അമ്പരന്നു പോയി. പുനർദത്തനാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പുനർദത്തൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ആ വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ചതാണ്. അദ്ദേഹത്തെ നമസ്കരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? കൃഷ്ണൻ പറഞ്ഞു, ഓടിച്ചെല്ലൂ, നിനക്ക് മാത്രമാണ് അതിനുള്ള യോഗ്യത, ഓടിച്ചെല്ലൂ. പുനർദത്തൻ ഓടിച്ചെന്ന് തൻ്റെ പിതാവിൻ്റെ പാദങ്ങളിൽ വീണു. അദ്ദേഹം തൻ്റെ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ മകനെ ആലിംഗനം ചെയ്തു. ആ മനുഷ്യൻ, കരുത്തനായ മനുഷ്യൻ, തൻ്റെ മകൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, പുനർദത്ത, നിന്നെ എനിക്ക് തിരിച്ചു കിട്ടി. പുനർദത്തൻ പറഞ്ഞു, തിരിച്ചു കിട്ടിയതല്ല, തിരിച്ചു കൊണ്ടുവന്നതാണ് അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കൃഷ്ണൻ. അവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നാഗന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഈ ആനന്ദകരമായ രംഗം കണ്ടുകൊണ്ട് കൃഷ്ണൻ നിൽക്കുകയാണ്. ഈ സമയത്ത് ബലരാമൻ, സന്ദീപ മുനിയുടെ കൂടെ വന്ന ബലരാമൻ കൃഷ്ണനെ ആലിംഗനം ചെയ്തു. തൻ്റെ അനുജനിൽ തനിക്ക് അഭിമാനം തോന്നി. ഈ സമയത്ത് സന്ദീപ മുനി നടന്നടുത്തു വന്നു. അടുത്തു വന്നിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? എൻ്റെ സർവസ്വവും നൽകിയാൽ പോലും എനിക്ക് തൃപ്തിയാകില്ല മകനെ. കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഇതെന്റെ ഗുരുദക്ഷിണയാണ്. അപ്പോൾ സാന്ദീപ മുനി പറഞ്ഞു, മോനെ, അല്ല, എൻ്റെ മകനെ നീ തിരിച്ചു തന്നതാണ്. നിന്നെ ഞാൻ അത്ഭുതകരമായ ചക്രവിദ്യ പഠിപ്പിക്കുകയാണ്. നിന്നെ ഞാൻ ചക്രവിദ്യയുടെ ഒരു ഭാഗം മാത്രമാണ് കൃഷ്ണ പഠിപ്പിച്ചത്. അല്ല, ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. നീ സ്മരിക്കുന്ന നിമിഷം നിന്റെ കൈകളിലേക്ക് ചക്രം വരും. ആ ചക്രം വിട്ടുകഴിഞ്ഞാൽ ശിരസ് ഛേദിക്കും. തിരിച്ചു നിന്റെ വിരൽത്തുമ്പിൽ വരും. അത് നിന്റെ വിരൽത്തുമ്പിൽ ഒതുക്കി നിനക്കതിനെ അപ്രത്യക്ഷമാക്കാൻ പറ്റും. ആ വിദ്യ നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി. മകനെ, നീ 3 ദിവസം എൻ്റെ കൂടെ നിൽക്കുക. കഠിനമായ ആ വിദ്യ ഞാൻ ഇന്നുവരെ ആർക്കും പകർന്നു കൊടുത്തിട്ടില്ല. നിന്നെ ഞാൻ കുറച്ചു പഠിപ്പിച്ചു, പക്ഷെ അത് പൂർണ്ണമല്ലായിരുന്നു മകനെ. നിന്നെ ഞാനത് പൂർണ്ണമായി പഠിപ്പിക്കാൻ പോകുന്നു. ഈ ചക്രായുധത്തിൻ്റെ പേരിൽ കൃഷ്ണ നീ ഭാവിയിൽ പ്രശസ്തനാകും. കാരണം ഇത് വേറെ ആർക്കും പ്രയോഗിക്കാൻ പറ്റില്ല. ഇതിനെ തടുക്കാൻ ഒരായുധമില്ല കൃഷ്ണ. ചക്രായുധത്തെ തടുക്കാൻ ഒരായുധമില്ല. നീ അജയ്യനായി മാറും. എൻ്റെ മകനെ തിരിച്ചു തന്നതിന് പ്രതിഫലമായി ചക്രായുധത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. എൻ്റെ എല്ലാ ശിഷ്യന്മാരെയും ചക്രായുധത്തിൻ്റെ ഉപരിതലം മാത്രമേ ഞാൻ പഠിപ്പിക്കൂ കൃഷ്ണ. പക്ഷേ അതെന്തുകൊണ്ടെന്നാൽ അതിനെ തടുക്കാൻ ഒരായുധമില്ല. അവര് അധർമ്മത്തിന് വേണ്ടി പ്രയോഗിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ കൃഷ്ണ, എനിക്ക് മനസ്സിലായി, നീ ധർമ്മത്തിൻ്റെ പക്ഷത്താണ്. നിന്നിൽ നിന്നൊരിക്കലും അധർമ്മം വരില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ മകന് പോലും ഞാനിത് പകർന്നു കൊടുക്കുകയുമില്ല. പക്ഷേ കൃഷ്ണ, നിനക്ക് വിശ്വപ്രസിദ്ധമാകാൻ പോകുന്ന
ചക്രം, അത് മഹാസുദർശനം എന്ന പേരിൽ ഭാവിയിൽ അറിയപ്പെടും. മഹാസുദർശനം, അത് നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കൊണ്ട് ശ്രീകൃഷ്ണൻ മഹാസുദർശനത്തിൽ അദ്വിതീയനായി മാറി. ഇനി മധുരയിലേക്ക് മടങ്ങിപ്പോവുകയാണ് കൃഷ്ണനും ബലരാമനും. നാഗലോകത്ത് നിന്നും കൃഷ്ണനിതാ സാന്ദീപമുനി മരിച്ചുപോയി എന്ന് കരുതിയ തൻ്റെ മകൻ പുനർദത്തനെ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത മധുരയിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. അപ്പോൾ ഓരോ മധുര നിവാസികളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അവർ പറഞ്ഞു, കൃഷ്ണൻ അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്. അങ്ങനെ കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം, അന്നത്തെ ദിവസം വൻ സ്വീകരണമായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. കൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് പ്രവേശിച്ചതോടുകൂടി ജനങ്ങൾ ഇളകി മറിഞ്ഞു. അവർ പുഷ്പവൃഷ്ടികൾ കൊണ്ട് കൃഷ്ണനെ സ്വീകരിച്ചു. അന്ന് മുഴുവനും കൃഷ്ണൻ തിരക്കിലായിരുന്നു. നേരം ഏതാണ്ട് സന്ധ്യയായി. കൃഷ്ണൻ അല്പനേരം വിശ്രമിക്കാനായിട്ട് തൻ്റെ മുറിയിലേക്ക് കയറി. ആ സമയത്ത് കൃഷ്ണന്റെ കതകിന് മുട്ടുകേട്ടു. അപ്പോൾ കൃഷ്ണൻ വന്ന് കതക് തുറന്നു. കതക് തുറന്നപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളിനെ കണ്ട് കൃഷ്ണൻ അമ്പരന്നു പോയി. ഏകാനാംശ, ഏകാനാംശ മുമ്പിൽ നിൽക്കുന്നു. ഇന്നുവരെ ഏകാനാംശ അങ്ങനെ വന്നിട്ടില്ല. ഏകാനാംശ കൃഷ്ണനോട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അവിടെയുള്ള ഇരിപ്പടത്തിലിരുന്നു. കൃഷ്ണൻ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ഏകാനാംശ ഇന്നുവരെ തന്നോട് അധികമൊന്നും സംസാരിച്ചിട്ടില്ല. ചോദിക്കുന്നതിന് ഉത്തരം പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അവളിതാ നേരിട്ട് വന്നിരിക്കുന്നു തൻ്റെ മുറിയിലേക്ക്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ കട്ടിലിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, ഏകാനാംശ നിനക്ക് സുഖമല്ലേ? അപ്പോൾ ഏകാനാംശയുടെ മറുപടി, എന്നോടല്ല സുഖവിവരം അന്വേഷിക്കേണ്ടത്. അപ്പോൾ കൃഷ്ണൻ പിന്നെ ആരെ എന്ന മട്ടിലൊന്ന് ഏകാനാംശയെ നോക്കി. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, നമ്മൾ തമ്മിൽ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷ്ണ എന്ന് വിളിക്കണോ ഏട്ടാ എന്ന് വിളിക്കണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുകയാണ്, കൃഷ്ണ രാധയെ മറന്നാൽ ആരും മാപ്പ് തരില്ല. രാധ എന്ന പേര് കേട്ടതും കൃഷ്ണൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് കൃഷ്ണന്റെ മുഖം വിവർണമായി. ഏകാനാംശ പറഞ്ഞു, ഞാൻ വൃന്ദാവനത്തിൽ പോയിരുന്നു. കൃഷ്ണൻ തൻ്റെ കാതുകൾ കൂർപ്പിച്ചു. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, ഞാൻ രാധയെ കണ്ടിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഏകാനാംശയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അസാധാരണമായ ധൈര്യമുള്ള അസാധാരണമായ മനസ്സിനുടമയാണ് കൃഷ്ണ രാധ. എന്നിട്ട് ഏകാനാംശ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ കൃഷ്ണനെ കുറിച്ച് ഒരക്ഷരം രാധ ചോദിച്ചിട്ടില്ല. അതാണ് പെണ്ണെന്ന് പറയുന്നത്. അപ്പോഴും കൃഷ്ണൻ ഏകാനാംശയെ നോക്കി. ഏകാനാംശ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ രാധയോട് ചോദിച്ചു, കൃഷ്ണനെ കണ്ടാൽ എന്തെങ്കിലും പറയണമോ എന്ന്. കൃഷ്ണൻ അറിയാതെ ചോദിച്ചു പോയി. എന്നിട്ട് രാധ എന്തു പറഞ്ഞു? അപ്പോൾ ഏകാനാംശ ഒന്ന് നിന്നിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാധ പറഞ്ഞു, കൃഷ്ണ നീ എന്നെ മറന്നു എന്ന് പറയാൻ പറഞ്ഞു. കൃഷ്ണൻ ആകെ വെളുത്തുപോയി. ഏകാനാംശയുടെ മുന്നിൽ എന്തു പറയണമെന്നറിയാതെ വിളറി നിന്നുപോയി. ഏകാനാംശ പറഞ്ഞു, രാധ പറഞ്ഞ വാക്കുകളാണ്, കൃഷ്ണ നീ എന്നെ മറന്നു എന്ന് പറയാൻ പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, രാധയെപ്പോലെ ഒരു സൗന്ദര്യമുള്ള പെണ്ണ്, ശരീരം മാത്രമല്ല മനസ്സും, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയും ഇവിടെ രാജകുമാരിമാരായിട്ടില്ല കൃഷ്ണ. മധുരയിലെ രാജകുമാരിമാരെ കണ്ടിട്ട് ശുദ്ധഹൃദയായ രാധയെ മറന്നാൽ കൃഷ്ണ കാലം മാപ്പ് തരില്ല, ഒരിക്കലും മാപ്പ് തരില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ രാധയെ മറന്നിട്ടില്ല. ഇല്ലേ? ഇല്ലേ? ആര് പറഞ്ഞു? കംസനെ വധിച്ചതിന് ശേഷം ഇത്രയും ദിവസമായല്ലോ, ഇതുവരെ വൃന്ദാവനത്തിലേക്കൊന്നു പോയോ? കൃഷ്ണൻ അതിന് ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ പറഞ്ഞു, കുറെ തിരക്കുകൾ ഉണ്ടായിരുന്നു. തിരക്ക് എങ്ങനെ വന്നു? വൃന്ദാവനത്തിലെ നിവാസികൾ ഒന്നടങ്കം, അവിടുത്തെ പുരുഷന്മാരൊന്നടങ്കം ഗറില്ല യുദ്ധമുറ പഠിച്ചു വന്ന് കംസന്റെ സൈന്യവുമായി എതിരിട്ടു. അതിനകത്തൊരു പെൺകുട്ടി തന്നെ മരിച്ചു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നിയില്ലേ? അവളോടൊരു നന്ദി വാക്ക് പറയണമെന്ന് തോന്നിയില്ലേ? കൃഷ്ണന് വേണ്ടി ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും വൃന്ദാവനത്തിലെ സകല ഗോപന്മാരും ആയുധവിദ്യ പഠിച്ച് സൈന്യവുമായിട്ട് ഇവിടെ വന്നു. അവരെ ഒന്ന് കാണണമെന്ന് തോന്നുന്നില്ലേ? അവർക്ക് സൈനിക വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി മാത്രം കംസന്റെ അടുക്കൽ വന്നു. കംസന്റെ കയ്യിൽ നിന്ന് ധനം കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. അവരെ നല്ല ഒന്നാം തരം യുദ്ധവീരന്മാരാക്കി മാറ്റിയ രാധ, വൃന്ദാവനത്തിൽ വെച്ച് പ്രണയം ചൊരിഞ്ഞു തന്ന രാധ, വൃന്ദാവനത്തിലെ ഓരോ ഗോപന്മാരും രാധയുടെ പേര് പറയുമ്പോൾ അവര് രോമഹർഷിതരായി മാറുകയാണ്. അവരുടെ കണ്ണുകളിൽ ആദരവാണ്. കൃഷ്ണ, രാധയെപ്പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ എങ്ങുമില്ല. ഇപ്പൊ കാണിക്കുന്നത് നന്ദികേടാണ്. ഈ തിരക്കുണ്ടാക്കി തന്നത് പോലും വൃന്ദാവന നിവാസികളും രാധയുമാണ്. അല്ലാതെ കൃഷ്ണ ഒറ്റയ്ക്ക് നേടിയതല്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ രാധയായിരുന്നു കൃഷ്ണൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ഏകാനാംശ പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ്, എനിക്കൊന്നേ പറയാനുള്ളൂ. പട്ടണത്തിലെ രാജകുമാരിമാര്, അവരുടെ മനസ്സിൽ കളങ്കമുണ്ട്. പുറമേ എത്ര സുന്ദരിയായാലും കളങ്കമുണ്ട്. കൃഷ്ണ, പട്ടണത്തിലെ സുന്ദരികളെ കൃഷ്ണൻ എന്നാണ് കാണാൻ തുടങ്ങിയത്? കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പക്ഷേ ഞാൻ ജനിച്ചു വീണ സമയം മുതൽ കാണുന്നതാണ് കൃഷ്ണ. 16 വർഷക്കാലമായിട്ട് ഞാൻ കാണുന്നതാണ്. ഈ രാധയ്ക്ക് പകരം വെക്കാൻ ഒരു രാജകുമാരിയും ഒരു രാജകൊട്ടാരവുമില്ല. രാധാറാണി ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് കൃഷ്ണ കൊട്ടാരം? അത്രയും പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ഏകാനാംശ ഇറങ്ങിപ്പോയി. കൃഷ്ണൻ സ്തംഭിച്ചു നിന്നു. എന്തു പറയണമെന്നറിയാതെ കൃഷ്ണൻ സ്തംഭിച്ചു നിന്നു. ആ കൊടുങ്കാറ്റ് പോലെ പോയ ഏകാനാംശ നേരെ പോയത് ബലരാമന്റെ അടുക്കലേക്കായിരുന്നു. ബലരാമന്റെ വാതിൽക്കൽ മുട്ടി. ബലരാമൻ കതകു തുറന്നു. അത്ഭുതപ്പെട്ടു പോയി ഏകാനാംശയെ കണ്ടിട്ട്. ഏകാനാംശ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ കയറി വരട്ടെ? അപ്പോൾ പറഞ്ഞു, കയറി വരൂ, നീ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? അപ്പോൾ ഏകാനാംശ ചോദിച്ചു, ജ്യേഷ്ഠ, ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ജ്യേഷ്ഠനും രാധയെ മറന്നു? രാധ എന്ന പേര് കേട്ടപ്പോൾ അസാധാരണമായ വാത്സല്യം, അനിതര സാധാരണമായ ഒരു വാത്സല്യം ബലരാമന്റെ മുഖത്ത് മിന്നിമറഞ്ഞു. ബലരാമൻ പറഞ്ഞു, രാധ, അവൾ എൻ്റെ അനിയത്തി, അവളെ ഞാൻ മറക്കാനോ? ജ്യേഷ്ഠ, വൃന്ദാവനത്തിൽ നിന്ന് പോയതിന് ശേഷം ജ്യേഷ്ഠൻ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ തിരിച്ച് രാധാറാണിയെ കാണാൻ? ഒരിക്കൽ ഞാൻ പോയി. അതെന്തിന്? അത് രാധയെ കാണാനല്ലല്ലോ, രാധാറാണിയെ ഒന്ന് കാണാൻ. സ്വന്തം അനുജൻ പ്രണയിച്ച് നടന്ന പെണ്ണാണ്. ആ പെണ്ണിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അനിയൻ ഇവിടെ നിൽക്കുന്നു. ജ്യേഷ്ഠൻ എപ്പോഴെങ്കിലും തൻ്റെ അനുജനോട് ചോദിച്ചിട്ടുണ്ടോ, നീ രാധയെ ഓർക്കുന്നുണ്ടോ? നീ രാധയെ കളഞ്ഞോ? ജ്യേഷ്ഠ, ഒരു കാര്യം മനസ്സിലാക്കുക,
രാധാകൃഷ്ണ പ്രണയം അറിയാത്തവരായിട്ട് വൃന്ദാവനത്തിൽ മാത്രമല്ല അയൽപ്പക്കത്തുമാരുമില്ല. എല്ലാവർക്കും അറിയാം രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച്. ആ രാധയെ തനിച്ചാക്കി കൃഷ്ണൻ പോയാൽ രാധയ്ക്ക് മറ്റൊരു വിവാഹാലോചന പോലും നടക്കില്ല. രാധ ഒരിക്കലും തയ്യാറാകില്ല വിവാഹത്തിന്. ആയി എന്ന് കരുതിക്കോ, ആര് വിവാഹം കഴിക്കും? ഇത്രയും നാളും കൃഷ്ണന്റെ കൂടെ ചുറ്റി നടന്ന ഒരു പെണ്ണിനെ ആര് വിവാഹം കഴിക്കും ജ്യേഷ്ഠ? ഏകാനാംശ ഒന്നും മിണ്ടാത്ത ഒരു സാധുവാണെന്നാണ് ബലരാമൻ കരുതിയത്. അവളുടെ ചോദ്യം കേട്ട് പകച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, നിങ്ങളൊക്കെ വൃന്ദാവനത്തിൽ കുട്ടിക്കാലം തൊട്ടേ രാധയെ കാണുന്നു. പക്ഷേ ഞാൻ വളരെ കുറച്ച് സമയമേ രാധയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ 2 ജ്യേഷ്ഠന്മാരെ കാട്ടിയും എനിക്ക് വിശ്വാസം രാധയെയാണ്. ഇത്രയും നാൾ നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ച വൃന്ദാവനത്തെ നിങ്ങൾ മറന്നു. ആ രാധയെ നിങ്ങൾ മറന്നു. നിങ്ങൾ എന്നെ മറക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ബലരാമൻ പകച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അനുജനോട് പറയൂ രാധ മാണിക്യക്കല്ലാണെന്ന് പറയൂ. നാഗലോകം വരെ പോയി ഞങ്ങൾ വിവരമറിഞ്ഞു. നാഗലോകത്ത് നിന്നൊരു പെണ്ണ് കടലിൽ ചാടി രക്ഷപ്പെട്ട കാര്യവും ഞാൻ അറിഞ്ഞു. ആ നാഗലോകത്തെ മാണിക്യക്കല്ലിനേക്കാൾ വിലപ്പെട്ടതാണ് രാധാറാണി. രാധാറാണിക്ക് തുല്യമായിട്ടൊരു നാഗകന്യകയുമില്ല എന്ന് പറഞ്ഞിട്ട് ഏകാനാംശ അവിടുന്ന് ഇറങ്ങിപ്പോയി. ബലരാമൻ വല്ലാതെയായിപ്പോയി. അടുത്ത ദിവസം ബലരാമൻ കൃഷ്ണനെ കണ്ടിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ രാധയെ മറക്കാനാണോ ഉദ്ദേശം? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല ജ്യേഷ്ഠ, ഇന്നലെ ഏകാനാംശ ജ്യേഷ്ഠനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതെ, ജ്യേഷ്ഠന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, വൃന്ദാവനത്തിൽ നീ പോകണം, രാധയെ നീ കാണണം, നീ രാധയെ വിവാഹം കഴിക്കണം കൃഷ്ണ. കൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ കൃഷ്ണൻ പതുക്കെ നടന്നു നീങ്ങുന്ന കൃഷ്ണനെ നോക്കിക്കൊണ്ട് ബലരാമൻ നിന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ഈ സമയത്ത് ജരാസന്ധൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. നമ്മളെ ഇന്നത്തെ കണക്ക് ടെലഗ്രാമും ഫോണും ഒന്നും ഇല്ലല്ലോ. കംസന്റെ മരണവാർത്ത അറിഞ്ഞ ജരാസന്ധൻ ഞെട്ടിത്തെറിച്ചു പോയി. ജരാസന്ധൻ പറഞ്ഞു, എന്ത്, കംസനെ വധിച്ചു എന്നോ? ആ സമയത്ത് ജരാസന്ധൻ കോപം കൊണ്ട് വിറച്ചു. എന്ന് മാത്രവുമല്ല, കംസന്റെ ഭാര്യ ജരാസന്ധന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ജരാസന്ധൻ അറിയുന്നത്. അവരുടെ നിലവിളി കണ്ടപ്പോൾ ജരാസന്ധന് സഹിക്കാൻ പറ്റിയില്ല. ജരാസന്ധൻ പറഞ്ഞു, ഞാൻ ജരാസന്ധൻ ഇവിടെ വച്ചു പ്രതിജ്ഞ ചെയ്യുന്നു, കൃഷ്ണനെയും ബലരാമനെയും ഞാൻ വധിച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? ജരാസന്ധന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ജരാസന്ധന്റെ സുഹൃത്ത് രാജ്യമായ ചേതി രാജ്യത്തിൽ നിന്ന് ശിശുപാലന്റെ പിതാവായ ധമഘോഷൻ, അവരുടെ സൈന്യം ജരാസന്ധന്റെ കൂടെ ചേർന്നു. വിദർഭയിൽ നിന്ന് രുക്മി, അവന്തിയിൽ നിന്ന് വിന്ദൻ, അനുവിന്ദൻ, തൃകർത്തയിൽ നിന്ന് വരദൻ, അതേ കണക്ക് സൗഭത്തിലെ സ്വാലൻ, ഒരു വലിയ സൈന്യം മധുരയുടെ നേർക്ക് നീങ്ങുകയാണ്. ഈ വിവരം മധുരാനിവാസികൾ അറിഞ്ഞു. ഈ വിവരമറിഞ്ഞ മധുരാനിവാസികൾ പരിഭ്രാന്തരായിട്ട് മാറി. ഏത് നിമിഷവും മധുര ആക്രമിക്കപ്പെടും. പെട്ടെന്ന് കൊട്ടാരത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ സമയത്ത് അക്രൂരന്റെ സഹോദരനായ വിക്രതു പറഞ്ഞു, രാജാവേ, നമ്മുടെ സൈന്യം ദുർബലമാണ്, നമുക്കൊരിക്കലും
ജരാസന്ധനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കണ്ട, ജരാസന്ധന് വേണ്ടത് എന്നെയും ജ്യേഷ്ഠനെയുമാണ്. ഞങ്ങൾ തൽക്കാലം മധുര വിടുകയാണ്. അപ്പോൾ ചോദിച്ചു, എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ഈ മധുര വിട്ടു പോവുകയാണ്. ഞങ്ങൾ ശരിക്കും പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു വച്ചിരിക്കുന്നു. എന്നോടത് പറഞ്ഞത് വിക്രുതുവാണ്. വേണാ നദിയുടെ തീരത്തുള്ള കരവീരപുരത്തെ ശ്രീ ഗാലവൻ, അതിന് സമീപം ശൂർപാരകത്തിൽ പരശുരാമനുമുണ്ട്. ഞാൻ അവരെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അവിടേക്ക് പോവുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരോടും പ്രഖ്യാപിച്ചുകൊള്ളൂ, മധുര വിട്ട് കൃഷ്ണൻ ഓടിപ്പോയി എന്ന് പറഞ്ഞുകൊള്ളൂ. സകല ആൾക്കാരോടും പറഞ്ഞുകൊള്ളൂ, മധുര വിട്ടതാ കൃഷ്ണൻ ഭയന്നുപോയി. സ്വാഭാവികമായിട്ടും മധുര വിട്ട് കൃഷ്ണൻ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ജരാസന്ധൻ മധുരയെ ആക്രമിക്കില്ല, അതുറപ്പാണ്. ജരാസന്ധന്റെ സൈന്യം ഞങ്ങളുടെ പിന്നാലെ വരും. അങ്ങനെ തൽക്കാലം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഞങ്ങൾ 2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. മധുര മുഴുവനും വാർത്ത പരന്നു. 2 ദിവസങ്ങൾ കഴിയുമ്പോൾ കൃഷ്ണൻ പോവുകയാണ്. എല്ലാവരും വിഷാദത്തിലായി. ഒരു സായങ്കാലം കൃഷ്ണൻ ഒരു സായങ്കാലത്ത് നടന്നു വന്നപ്പോൾ നമ്മുടെ കൂനുമാറ്റിയ കുബ്ജ ത്രിവക്രയെ കണ്ടു. അവള് പറഞ്ഞു, അടിയനൊരു മോഹമുണ്ട്, അടിയന്റെ വീട് സന്ദർശിക്കണം പ്രഭോ, പോകുന്നതിന് മുമ്പ് അടിയന്റെ വീട് സന്ദർശിക്കണം. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ വന്നിരിക്കും. കുബ്ജയുടെ മുഖം തെളിഞ്ഞു. കുബ്ജ സന്തോഷവതിയായി. ഓർമ്മയില്ലേ കുബ്ജയെ, കൂന് പിടിച്ച കുബ്ജയെ? ഈ കുബ്ജയെ കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വന്നിരിക്കും. അന്ന് സന്ധ്യ കഴിഞ്ഞ സമയത്ത് കൃഷ്ണൻ കുബ്ജയുടെ വീട്ടിലെത്തി. കുബ്ജ കൃഷ്ണനെ സ്വീകരിച്ച് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ദേഹം മുഴുവനും ചന്ദന തൈലങ്ങൾ തേച്ചു. കുബ്ജയുടെ മാറിടം ഉയർന്നു താണു. കുബ്ജയുടെ ഉള്ളിൽ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായി. കുബ്ജ കൃഷ്ണനെ വന്ന് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പ്രഭോ എനിക്ക് സാഫല്യം തന്നാലും ശ്രീകൃഷ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ കുബ്ജയെ വരിഞ്ഞു മുറുക്കി. കൃഷ്ണൻ കുബ്ജയെ വരിഞ്ഞു മുറുക്കി. അതെ, കൃഷ്ണനും കുബ്ജയും ഒന്നാവുകയാണ്. മധുരയിലെത്തിയ കൃഷ്ണന്റെ ആദ്യത്തെ ശാരീരിക ബന്ധം കൃഷ്ണനും കുബ്ജയും പരസ്പരം ലയിച്ചു ചേരുകയാണ്. അവരൊന്നായി മാറുകയാണ്. കൃഷ്ണൻ തൻ്റെ ബീജശക്തി കുബ്ജയിലേക്ക് പ്രവഹിപ്പിച്ചു. കുബ്ജയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചു. കാമമടങ്ങിയ ഒരു നിമിഷം. അതെ കൃഷ്ണന്റെ പുത്രൻ ഇതാ കുബ്ജയുടെ വയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞു. ആ പയ്യൻ, അവൻ പിന്നീട് കുബ്ജ ഈ കൃഷ്ണൻ ഇവിടുന്നൊക്കെ പോയതിന് ശേഷം ആ കുട്ടിക്ക് ജന്മം നൽകുന്നുണ്ട്. അങ്ങനെ കുബ്ജ അല്ലെങ്കിൽ ത്രിവക്രയ്ക്ക് കൃഷ്ണനിൽ ജനിച്ച മകന്റെ പേരാണ് ഉപശ്ലോകൻ. ഇപ്പോൾ കൃഷ്ണനിതാ ആ ആലിംഗനത്തിൽ തൻ്റെ ബീജശക്തി കുബ്ജയിലേക്ക് പ്രവഹിപ്പിച്ചു. അതെ കുബ്ജ ഗർഭിണിയാവുകയാണ്. കൃഷ്ണന്റെ ബീജം ചുമക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ സ്ത്രീയായിട്ട് മാറുകയാണ് കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര. പക്ഷേ ആ സമയത്ത് ഒരു വെള്ളിടി വെട്ടി മഴ പെയ്യാൻ തുടങ്ങി. തോരാത്ത
തോരാത്ത മഴ. മധുരയും വൃന്ദാവനവും വെള്ളം കയറുകയാണ്, വെള്ളം കൊണ്ട് നിറയുകയാണ്, നിർത്താതെ പെയ്യുന്ന മഴ. കൃഷ്ണൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു. കൃഷ്ണൻ ഒരു നിമിഷം കൃഷ്ണൻ ഓടിപ്പോയി ശുദ്ധി വരുത്തി ധ്യാനാവസ്ഥയിലിരുന്നു. ജനങ്ങളാകെ പരിഭ്രാന്തരായി. എല്ലാവരും മനസ്സിലായി എന്തോ സംഭവിച്ചു. മഴ നിർത്താതെ പെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കയറിക്കഴിഞ്ഞു. വൃന്ദാവനത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരായി, മധുരയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി. ഇടിവെട്ട്, ഭയങ്കരമായ ഇടി, ഭയങ്കരമായ മിന്നല്. കൃഷ്ണൻ ധ്യാനാവസ്ഥയിലേക്ക് കയറി. കൃഷ്ണൻ മനസ്സിലാക്കുന്നു ഗോലോകത്തെ രാധാറാണിയുടെ കണ്ണീരാണിത്. ഈ കണ്ണീര് ശമിച്ചില്ലെങ്കിൽ മധുരയും വൃന്ദാവനവും മുങ്ങിപ്പോകും, മഹാപ്രളയത്തിൽ മുങ്ങിപ്പോകും. കൃഷ്ണൻ അപകടം മണത്തു. കൃഷ്ണന് മനസ്സിലായി രാധയുടെ ഈ കണ്ണുനീരിന് അറുതി വരുത്തണം. അല്ലെങ്കിൽ മധുരയും വൃന്ദാവനവും ഇതാ ജരാസന്ധൻ ആക്രമിക്കുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല. അതിനു മുമ്പ് രാധയുടെ കണ്ണീരിൽ മുങ്ങാൻ പോവുകയാണ്. കൃഷ്ണൻ വീണ്ടും ധ്യാനാവസ്ഥയിലായി. കൃഷ്ണന് രാധയെ സമീപിക്കാനുള്ള ധൈര്യമില്ല. ആ ഗോലോക രാധയെ സമീപിക്കാൻ എന്താണൊരു മാർഗം? അപ്പോൾ കൃഷ്ണന് തോന്നി, അതെ, ഒരാൾക്ക് കഴിയും. അത് ഭൂമിയിലുള്ള ആളല്ല, ഒരാൾക്കേ കഴിയൂ. ആ ആളെ വരുത്തണം. അല്ലെങ്കിൽ മധുരയും വൃന്ദാവനവും അധികം താമസിയാതെ ജലം കയറി മഹാപ്രളയത്തിൽ 2 നഗരങ്ങൾ, വൃന്ദാവനം എന്ന ഗ്രാമവും മധുര എന്ന നഗരവും ഇല്ലാതാകും. കൃഷ്ണൻ വിചാരിച്ചു, ആ ആളിനെ ഇപ്പോൾ തന്നെ വരുത്തണം. കൃഷ്ണൻ വീണ്ടും ധ്യാനാവസ്ഥയിലാവുകയാണ്. ആരാണത്? ഗോലോകത്തെ രാധയെ സമാധാനിപ്പിക്കാൻ ഒരാൾക്ക് കഴിയും. ആ ആൾ ആരാണ്? കൃഷ്ണൻ തന്റെ ധ്യാനത്തിൽ കണ്ട ആൾ ആരാണ്? ആ ആൾക്ക് മാത്രമേ ഒരു പക്ഷേ ഇത് സാധിക്കത്തുള്ളൂ. രാധയുടെ കണ്ണീരടങ്ങിയില്ലെങ്കിൽ മധുരയും വൃന്ദാവനവും മഹാപ്രളയത്തിൽ നശിക്കും. അതിലേക്ക് നീങ്ങുകയാണ്. കൃഷ്ണനിതാ ആ ആളുമായി സംവദിക്കുകയാണ്. ആരാണത്? അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.